ഹായ് മക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ പഴഞ്ചൊൽ പെരുമ എന്ന ഭാഗമാണ് പഠിക്കുന്നത്. ഇതിന് മുന്നേയുള്ള ഭാഗങ്ങളായ കാക്കിരി പൂക്കിരി, വാമൊഴിച്ചന്തം എന്ന ഭാഗങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. നാരങ്ങ പാല് ചൂട്ടയ്ക്കു 2, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടിയോടി വരണ കള്ളനെ പിടിച്ചേ. പൊടിപാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം, കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? അതെങ്ങനെയാ? അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതേ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയും ഉണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചു മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചുണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ? ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം, അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാൻ കേട്ടോ. ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നും വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. മക്കളെ, ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. 1ാമത്തെ ക്വസ്റ്റ്യൻ, വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. നമ്മളിപ്പോൾ വായിച്ചില്ലേ വിവരണം, അതിൽ തന്നിട്ടുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ചോദ്യം 2, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെക്കുറിച്ച് മാത്രമാണോ? ഉത്തരം നോക്കാം. അല്ല, ഒരുപാട് പേർ ചേർന്ന് കലപില ശബ്ദം ഉണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത്. ചോദ്യം 3, അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ഉത്തരം നോക്കാം. അല്ല, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ, മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. മക്കളെ, ഈ ചൊല്ലുകൾ ഏതൊക്കെയാണ്? കാക്കക്കൂട്ട് കല്ലിട്ട പോലെ, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഈ ചൊല്ലുകളോട് നിങ്ങളുടെ അഭിപ്രായം പറയുക, മറ്റുള്ളവർ പറയുന്നതിനോട് എന്താണോ നിങ്ങളുടെ പ്രതികരണം അത് പ്രതികരിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം നോക്കൂ. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ അല്ലെങ്കിൽ പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ. ഉത്തരം നോക്കാം മക്കളെ. മധുരമുള്ള അമ്മ, അമ്മയുടെ അലിവാർന്ന പെരുമാറ്റവും വാത്സല്യവും സൂചിപ്പിക്കുന്നു. അടുത്ത നോക്കാം. തേൻമൊഴി, തേനിന് മധുരമുണ്ട്. കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകളെയാണ് തേൻമൊഴി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് മുത്തശ്ശിപ്ലാവ്, പ്രായമായ പ്ലാവിനെ കുറിച്ചുള്ള സൂചന. അടുത്തത് കല്ലുമഴ, കല്ലു വന്നു വീഴുന്നത് പോലെ ശക്തിയിൽ പെയ്യുന്ന മഴ. അടുത്തത് പാൽപുഞ്ചിരി, കുഞ്ഞുങ്ങളുടെ മനോഹരമായ ചിരിയെ സൂചിപ്പിക്കുന്നു. മക്കളെ, നമ്മളീ പഠിച്ച പാഠം പഴഞ്ചൊല്ലുകളെ കുറിച്ചിട്ടുള്ളതാണ്. മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത് നോക്കൂ മക്കളെ, ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. എന്താ പഴഞ്ചൊല്ല് എഴുതിയിരിക്കുന്നത്? ഒരുമ തന്നെ പെരുമ. അതായത് എന്താണ്? ഒരുമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തും ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ കുറച്ച് ഉറുമ്പുകൾ ഒരു വടയും എടുത്ത് പോവുകയാണ് അല്ലേ? ഒരു ഉറുമ്പായിട്ട് വട എടുക്കാൻ പറ്റുമോ മക്കളെ? അത് പറ്റത്തില്ല. ഒരുപാട് ഉറുമ്പുകൾ ചേർന്നപ്പോൾ വട നിഷ്പ്രയാസം എടുക്കുവാൻ കഴിഞ്ഞു. ഇതിൽ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? മക്കളെ, ഇവിടെ ഈ ചിത്രത്തിൽ കുറച്ച് ഉറുമ്പുകൾ ഒരു വടയുമായി പോവുകയാണ്. ഇത്രയും വലിയ ഒരു വട ഒരു ഉറുമ്പിനെ ഒറ്റയ്ക്ക് ചുമന്നു കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല അല്ലേ? ചില ഉറുമ്പുകൾ വട മുന്നോട്ട് വലിക്കുമ്പോൾ ചിലർ പിന്നോട്ടും ചിലർ വശങ്ങളിലേക്കും വലിച്ചാലോ വട ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടാകും. ഇവിടെ പ്രയാസം കൂടാതെ ഉറുമ്പുകൾക്ക്
വടയും ചുമന്നു പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാവാം? ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അല്ലേ മക്കളെ? പ്രയാസം കൂടാതെ വടയും ചുമന്നു പോകാൻ ഉറുമ്പുകൾക്ക് കഴിഞ്ഞത്. എന്താ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായത്? ഒത്തൊരുമയോടെ പ്രയത്നിച്ചാൽ പ്രയാസം കൂടാതെ എന്തു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ? മക്കളെ, ഒത്തൊരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകൾ കൂടെയുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? സമാനമായ പഴഞ്ചൊല്ലുകൾ: ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐകമത്യം മഹാബലം, പലരു കൂടിയാൽ പഞ്ഞിനൂല്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ. യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ. അതായത് മക്കളെ, നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും യോജിച്ച പഴഞ്ചൊല്ലുകൾ ചേർക്കാൻ ശ്രമിക്കുക. ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. മക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകല്ലേ.